പ്രൈസ് ഗാഡ്. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളെ ഇവിടേക്ക് ഇൻവൈറ്റ് ചെയ്തതും ഞങ്ങൾക്ക് ഈ മ്യൂസിക്കിൻ്റെ നല്ലൊരു ശതമാനം ക്രിയേറ്റ് ചെയ്ത് തന്നതും പ്രിൻസാണ്. പ്രിൻസിനെ നിങ്ങളുടെ ഇടയിൽ കുറച്ച് പേർക്കൊക്കെ അറിയാം. എന്നാലും പ്രിൻസിന് നമ്മളോട് എല്ലാവരോടും കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട്. നമുക്ക് പ്രിൻസിനെ കുറച്ച് നേരം ശ്രവിക്കാം. നിത്യജീവിതം ഉണ്ട് എന്ന് നമ്മൾ എല്ലാവരും വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ ഈ കൂട്ടത്തിൽ എത്ര പേർക്ക് ഉറപ്പുണ്ട് നിത്യജീവിതത്തിൽ പ്രവേശിക്കാൻ കഴിയുമെന്ന്? ഒന്ന് കൈവെക്കാവോ? ഞാനിപ്പം മരിച്ചാൽ സ്വർഗ്ഗത്തിൽ പോകുന്ന ഉറപ്പുള്ളവരെന്ന് കൈവെക്കാവോ? നിത്യജീവൻ അപ്പൊ നിത്യജീവൻ ഉണ്ട് അല്ലേ? നമ്മളെ സംബന്ധിച്ചോളം നിത്യജീവൻ ഉണ്ട് എന്നുള്ളത് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. പക്ഷെ നിത്യജീവനിൽ പ്രവേശിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് നമുക്ക് സംശയമുള്ളൊരു കാര്യം അല്ലേ? എനിക്ക് നിങ്ങളെ കൈ പൊക്കാത്തതിൽ അത്ഭുതമില്ല. കാര്യം എന്താന്ന് പറഞ്ഞാൽ ഞാൻ കൈ പൊക്കാത്തവരെ വളരെ ബഹുമാനത്തോടെ കാണുന്നത്. കാര്യം അതിന്റെ ഗൗരവം നമുക്ക് മനസ്സിലായിട്ടുണ്ട് അല്ലേ? ഇത്രയും വർഷങ്ങളെ കൊണ്ട് നിത്യജീവിതം എന്ന് പറയുന്ന സംഭവത്തിന്റെ ഗൗരവം നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മള് ഒരു ഒരു ഇൻട്രോസ്പെക്ഷനോടുകൂടെ നമ്മളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ മനസ്സിലാകും ഇനിയും എനിക്ക് കുറെ ഏരിയകളെ ഒന്ന് കറക്റ്റ് ചെയ്യാനുണ്ട് അല്ലെ? ഞാൻ പോകത്തില്ലെന്നല്ല, എനിക്ക് ഇനി കുറച്ചുകൂടെ ഒന്ന് പ്രോസസ്സിലാണ് അല്ലെ? ആ പ്രോസസ്സ് നടന്ന് കംപ്ലീറ്റ് ആവുന്ന ഒരു ദിവസം വരും, ഉറപ്പായിട്ട് ഞാൻ പ്രവേശിക്കും. അപ്പൊ നമുക്കറിയാം സ്വർഗത്തിൽ ചെല്ലുമ്പോഴത്തേന് 2-3 അത്ഭുതങ്ങളുണ്ടെന്നാണ് പറയുന്നത് അല്ലെ? നമ്മുടെ കൂടുതൽ ആരെങ്കിലും ഒരാൾ സ്വർഗത്തിൽ പോയാൽ 3-4 അത്ഭുതങ്ങൾ അവിടെ കാണുമെന്നാണ് പറയുന്നത്. ഒന്നാമത്തെ അത്ഭുതം എന്തായിരിക്കും? നമ്മളിൽ ആരെങ്കിലും പോയാൽ നമ്മൾ എത്തി എന്ന് പറയുന്നത് തന്നെ വലിയൊരു അത്ഭുതമായിരിക്കും. രണ്ടാമത്തെ അത്ഭുതം എന്തായിരിക്കും? നമ്മൾ പ്രതീക്ഷ വളരെ അവിടെ കാണത്തില്ല, അതായിരിക്കും രണ്ടാമത്തെ അത്ഭുതം. മൂന്നാമത്തെ അത്ഭുതം എന്തായിരിക്കും? പ്രതീക്ഷിക്കാത്ത പലരും അവിടെ കാണും അല്ലേ? അതാണ് നമുക്കറിയത്തില്ല എന്താ സംഭവിക്കാൻ പോകുന്നത്. അപ്പൊ ശരിക്കും നിത്യജീവൻ ഉണ്ട് എന്ന് ഓരോ പ്രാവശ്യവും, ഓരോ പുതുവത്സരത്തിലും, ഓരോ ദിവസവും നമ്മൾ ആവർത്തിച്ച് നമ്മോട് പറയണം നിത്യജീവൻ ഉണ്ട്. അത് നമ്മുടെ ഓരോ പ്രവൃത്തികളെയും വേർതിരിക്കുന്ന, മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമാക്കുന്ന, നമ്മുടെ ഓരോ പ്രവൃത്തികളെയും നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചാലക ശക്തിയായിട്ട് ആ ചിന്ത മാറണം. നിത്യജീവനുണ്ട് അല്ലെ? ഒരു പക്ഷേ നമ്മളെ എല്ലാവരെയും ഒന്നാക്കുന്ന ഒരേ ഒരു ഫാക്ടർ അതാണ് നിത്യജീവൻ. അപ്പൊ ഒരിക്കൽ കൂടി ജീവിതത്തെ കുറിച്ച് സംസാരിക്കുന്നവരായ നമ്മളെ എല്ലാവരെയും അല്ലെ, നിത്യവും നിത്യജീവിതത്തെ കുറിച്ച് സംസാരിക്കുന്നവരായ നമ്മളെ എല്ലാവരെയും ഒരിക്കൽ കൂടി ഞാൻ സ്വാഗതം ചെയ്യുകയാണ് നിത്യജീവിതത്തെ കുറിച്ച് ഒരിക്കൽ കൂടി സീരിയസ് ആയിട്ട് ഒന്ന് ചിന്തിക്കാനായിട്ട്. ഞാൻ ആദ്യം പറഞ്ഞ ആ ഒരു മുൻകൂർ ജാമ്യം ഒരിക്കൽ കൂടി ഞാൻ എടുക്കുക. വളരെ സിമ്പിൾ ആയിട്ടുള്ള, വളരെ കുഞ്ഞായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത്. തീർച്ചയായിട്ടും ഇത് കേൾക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്ന കുറെ പേര് നമ്മുടെ ഇടയിലുണ്ട്. പിന്നെ ഇത് വീണ്ടും കേട്ട് വീണ്ടും ഒന്ന് നവീകരിക്കാനായിട്ട് നമുക്ക് കുറച്ചു പേർക്ക് ഇത് ഒരു സാധ്യത ആയിത്തീരട്ടെ. സ്വർഗരാജ്യം നല്ല രത്നങ്ങൾ തേടുന്ന വ്യാപാരിക്ക് തുല്യം. അവൻ വിലയേറിയ ഒരു രത്നം കണ്ടെത്തുമ്പോൾ പോയി തനിക്കുള്ളതെല്ലാം വിറ്റ് അത് വാങ്ങുന്നു. സ്വർഗരാജ്യം, ഈ വചനം നമുക്കൊന്ന് വായിക്കാം. സ്വർഗരാജ്യം നല്ല രത്നങ്ങൾ തേടുന്ന വ്യാപാരിക്ക് തുല്യം. അവൻ വിലയേറിയ ഒരു രത്നം കണ്ടെത്തുമ്പോൾ പോയി തനിക്കുള്ളതെല്ലാം വിറ്റ് അത് വാങ്ങുന്നു. ഞാൻ ഈ സംഭവം ഇത് പറയുമ്പോഴത്തേനും ഇതൊരു ഇമാജിനറി ആയിട്ടുള്ള സംഭവമാണ് ഞാൻ വിചാരിച്ചത് കേട്ടോ. ഞാൻ ഇതിന് സിമിലർ ആയിട്ടുള്ള സംഭവം ശരിക്കും ജീവിതത്തിൽ കണ്ടു. അതായത് ഞങ്ങളുടെ അടുത്ത് ഞാൻ വർക്ക് ചെയ്യുന്ന ആ സ്ഥലത്ത് ഡബ്ര, അവിടെ 2-3 പെയിന്റർമാരെ ഒരു കടക്കാരൻ റിനോവേഷൻ ഏൽപ്പിച്ചു അവരുടെ ബിൽഡിങ്. അപ്പൊ റിനോവേഷൻ ഏൽപ്പിച്ചപ്പോ കുറെ പഴയ പെയിന്റ് എല്ലാം സ്ക്രാപ്പ് ചെയ്ത് കളഞ്ഞപ്പോഴേ അവർക്ക് അതിനകത്തുനിന്നൊരു ഒരു കുടുക്ക കിട്ടി. ആ കുടുക്കകത്ത് കുറെ ഡയമണ്ട്സും കുറെ സ്വർണവും ഒക്കെ ഉണ്ടായിരുന്നു. അവരെന്ത് ചെയ്ത്, അവര് 3 പേരുണ്ടായിരുന്നു. അപ്പൊ 3 പേരും കൂടെ അത് എടുത്തോണ്ട്, റിയൽ സംഭവം കേട്ടോ, അടുത്ത നാളുകളിൽ സംഭവിച്ചതാ. അത് അവര് 3 പേരും കൂടെ എടുത്തിട്ട് കൊണ്ടുപോയി, ആരോടും പറഞ്ഞില്ല, കൊണ്ടുപോയിട്ട് പിന്നെ അവരത് വിറ്റ് ഭയങ്കര സമ്പന്നന്മാരായി. അപ്പൊ തലേ ദിവസം വരെ നടന്നു വന്നിരുന്നവർ, സൈക്കിളിൽ വന്നിരുന്നവരൊക്കെ വലിയ വലിയ വണ്ടികളിലൊക്കെ വരാൻ തുടങ്ങി. അവരെ ജോലി ചെയ്യിപ്പിച്ച് അയാളെക്കാളും വലിയ സമ്പന്നരായി. പിന്നെ ഇവരുടെ കാശ് വന്നപ്പോഴത്തേനും ഭയങ്കരമായിട്ട് കാശ് ഉപയോഗിക്കാനും തുടങ്ങി. അപ്പൊ സൊസൈറ്റിക്ക് മനസ്സിലാകത്തക്ക രീതിയിൽ ഇവര് 3 പേര് എന്താണ് ഇത്ര ഓവർനൈറ്റ് ഇത്ര വലിയ കാശുകാരായെന്ന് മനസ്സിലായപ്പോഴത്തേനും പിന്നെ ഇയാൾക്ക് തന്നെ ഒരാള് ഇവരെ കൊണ്ടുപോയി നല്ലപോലെ വെള്ളം കുടിപ്പിച്ചു, മദ്യപിച്ച്
വെള്ളം കുടിക്കുന്നതിന്റെ ഇടയ്ക്ക് ഇവര് രഹസ്യം പറഞ്ഞു ഇങ്ങനെ കിട്ടിയതാണെന്ന് പറഞ്ഞു. എന്നിട്ട് അയാൾ കേസൊക്കെ കൊടുത്ത് ആ കിട്ടിയ ബാക്കി സ്വർണ്ണമൊക്കെ അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നതൊക്കെ അയാൾ തിരിച്ചു വാങ്ങിച്ചു. അപ്പോ അങ്ങനെ ശരിക്കും ഇവരെന്തായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്? അവര് ശരിക്കും പ്രോപ്പറായിട്ട് ഇത് സ്വന്തമാക്കണമെങ്കിൽ അവരെന്ത് ചെയ്തേനെ? അവര് പൈസ എവിടെന്നെങ്കിലും ഒക്കെ സംഘടിപ്പിച്ച് ആ ബിൽഡിംഗ് അവര് വാങ്ങിച്ചേനെ, അല്ലേ? അവര് പോയിരുന്ന ആ വ്യാപാരിയോട് ചോദിച്ചേനെ, ഞങ്ങൾക്ക് ഇത് വാങ്ങിക്കാൻ പറ്റുമോ? അപ്പൊ എത്ര രൂപ പറഞ്ഞാലും അവരത് വാങ്ങിച്ച പൈസ അവർക്ക് ഇത് വിറ്റ് തിരിച്ചെടുക്കാൻ പറ്റിയേനെ. അങ്ങനെ ചെയ്ത ഒരു വ്യാപാരി, ആക്ച്വലി അങ്ങനെ ഒരു വ്യാപാരിയുടെ കഥ നമ്മുടെ വചനത്തില് പറയുന്നുണ്ട്. ഒരാള് രത്നവ്യാപാരി, അയാൾ രത്നങ്ങള് വാങ്ങിച്ച് നടക്കുമ്പോഴത്തേനും വിലയേറിയ ഒരു രത്നം കണ്ടെത്തി ഒരു ദിവസം. അപ്പൊ അയാൾക്ക് മനസ്സിലായി, ആ രത്നം കണ്ടപ്പോഴത്തേനും അയാൾക്ക് മനസ്സിലായി തൻ്റെ കയ്യിലുള്ള ഒന്നും ഇതിന്റെ മുമ്പിൽ ഒന്നുമല്ല. തൻ്റെ കയ്യില് അനേകം സമ്പത്തുണ്ട്, അനേക രത്നങ്ങളുണ്ട്, അനേക മൂല്യമേറിയ കാര്യങ്ങളുണ്ട്. പക്ഷേ ഈ രത്നത്തോട് കിടപിടിക്കുമ്പോ അതൊന്നും ഒന്നുമല്ല. ആള് കണക്കൂട്ടി എനിക്ക് 2-3 വീടുകളുണ്ട്, വലിയ ബ്രഹ്മാണ്ഡമായിട്ടുള്ള വീടുകൾ. പക്ഷെ ആ വീടുകൾ കൂട്ടിയാലും ഇതിന്റെ വില ആവത്തില്ല. അതുകൊണ്ട് ഞാൻ ആ വീടുകൾ വിൽക്കാൻ തീരുമാനിച്ചു. ഓക്കെ, ഇനിയും കൂട്ടി, ഞാൻ രത്നവ്യാപാരിയാണ്, എൻ്റെ കയ്യിൽ എത്ര രത്നങ്ങളുണ്ട്, കുറെ രത്നങ്ങൾ എൻ്റെ കയ്യിൽ ഓൾറെഡി ഉണ്ട്. ആ രത്നങ്ങളെല്ലാം കൂട്ടി ചേർത്താലും ഇതിന്റെ വില കൊടുക്കാനായിട്ട് എനിക്ക് കിട്ടത്തില്ല. പക്ഷെ അതുകൊണ്ട് ആള് ആ രത്നങ്ങളെല്ലാം വിറ്റു. തന്റെ സമ്പാദ്യം മുഴുവൻ വിറ്റ് അയാള് ഒറ്റ രത്നം വാങ്ങിച്ചു. എന്ത് മണ്ടനാണല്ലേ, ഒരു ഇത്രയുള്ള രത്നം വാങ്ങിക്കാനായിട്ട് തന്റെ സമ്പാദ്യം മുഴുവൻ അയാൾ വിറ്റു. യേശു ഒരു പക്ഷേ ഈ രത്നത്തെക്കാളും വലിയവനാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരു രത്ന വ്യാപാരി വളരെ യാദൃശ്യമായിട്ട് രത്നത്തെ കണ്ടെത്തിയതുപോലെയാണ് ഇന്ന് കർത്താവ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്, അല്ലെ? നമുക്ക് എന്തൊക്കെ വിൽക്കണം ഈ കർത്താവിനെ സ്വന്തമാക്കണമെങ്കിൽ? എന്താണ് നമ്മൾ രത്നവ്യാപാരി വിറ്റതുപോലെ വിൽക്കേണ്ടത്? നമ്മൾ കർത്താവിനേക്കാൾ വിലയേറിയതായി ജീവിതത്തിൽ കാണുന്നതെല്ലാം എന്തൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ കർത്താവിനേക്കാളും വിലയേറിയതായിട്ട് കാണുന്നത്? നമുക്ക് നമ്മളോടുള്ള സ്നേഹം, അല്ലെ? നമ്മുടെ സെൽഫ് ലവ്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നമ്മൾ ഈ ലോകത്ത് ഞാൻ ആരോട് ചോദിച്ചാലും നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആരെയാ? ഈ ലോകത്ത് നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആരെയാ? നിങ്ങളുടെ മക്കളെയാണോ? അതിനേക്കാളും കൂടുതൽ സ്നേഹിക്കുന്ന ആരെയാ? ഏറ്റവും ചോദിച്ചു വരുമ്പോൾ നമ്മളെല്ലാം സ്വാർത്ഥരാ. നമ്മൾ നമ്മളെ തന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്. നമ്മുടെ അപ്പുറത്തേക്ക് ആരെയും നമ്മൾ സ്നേഹിച്ചിട്ടില്ല, അല്ലെ? ലോകത്തിൽ നമ്മൾ ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളെ സ്നേഹിക്കുന്നതിനേക്കാളും കുറച്ചേ സ്നേഹിക്കുന്നുള്ളൂ. ഉറപ്പല്ലേ? എല്ലാവരും സമ്മതിക്കുന്നു ഈ കാര്യം. നമ്മുടെ ലോകത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആരെയാ? നമ്മളെ തന്നെയാ. അപ്പോ നമ്മളെ തന്നെ വിൽക്കണം. നമ്മളെ തന്നെ വിറ്റാൽ മാത്രമേ ഈ രത്നം സ്വന്തമാക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോ ഈ രത്നം സ്വന്തമാക്കാനായിട്ട് നമുക്ക് നമ്മളെ തന്നെ വിൽക്കാൻ, പിന്നെ അതുപോലെ നമ്മൾ സ്വന്തം എന്ന് കരുതുന്നതെല്ലാം വിൽക്കാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നമ്മുടെ മുമ്പിൽ സുവിശേഷം തുറന്നു വെക്കുന്നുണ്ട്. ഇത് വെറുതെ അല്ല, ഇത് വിറ്റാല് നമുക്ക് എന്താണ് കിട്ടുന്നത്? വിറ്റാല് നമ്മൾ സ്വന്തമാക്കാൻ പോകുന്നത് അതിനേക്കാൾ വിലയേറിയ ഒരു അമൂല്യ രത്നമാണ്. ആ രത്നമാണ് ഈശോ. പിന്നെ അടുത്ത ഒരു ബിലീവ് ഇറ്റ് ഓർ നോട്ട് ആണ്. ഞാൻ ചില കാര്യങ്ങൾ ബിലീവ് ഇറ്റ് ഓർ നോട്ട്, വിശ്വസിച്ചാലും ഇല്ലേലും നമ്മള് അല്ലെ, വിശ്വസിച്ചാലും ഇല്ലേലും സംഭവിക്കാൻ പോകുന്ന ചില കാര്യങ്ങളുണ്ട്. വെദർ ഐ അഗ്രി ഓർ നോട്ട്, ഇറ്റ്സ് ഗോയിങ് ടു ഹാപ്പൻ, അല്ലെ? ബിലീവ് ഇറ്റ് ഓർ നോട്ട്, നിത്യനാശത്തിനുള്ള സാധ്യതയുണ്ട്. ഇറ്റേണൽ ഡാമിനേഷൻ. വന്യ വൈദികരെ, സിസ്റ്റേഴ്സ്, സുഹൃത്തുക്കളെ, നമ്മുടെ മുമ്പിൽ നിത്യനാശത്തിനുള്ള സാധ്യത ഉണ്ട്. നമ്മൾ നിത്യനാശത്തിൽ നിന്നും അകലെയല്ല, വളരെ വഴുക്കനായ സ്ഥലത്തൂടെ സഞ്ചരിക്കുന്നവരാണ് നമ്മൾ. നിത്യനാശം എന്ന് പറയുന്ന ഇറ്റേണൽ ഡാമിനേഷൻ നമ്മളിൽ നിന്നും ദൂരെയല്ല. നമ്മൾ ആ സാധ്യതയെ മറികടന്നവരല്ല എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കാൻ ഈ പുതുവത്സരം നമുക്കൊന്ന് ഉപയോഗിക്കാം. ഓർക്കുക, അല്ലെ? ഞാനും നിങ്ങളും നമ്മളെല്ലാവരും ഓർക്കണം, നിത്യനാശം എന്ന് പറയുന്ന സാധ്യത നമുക്കുണ്ട്, നമ്മുടെ മുമ്പിലുണ്ട്. ഇതില് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണ്? ജീവിത ലക്ഷ്യമാണ് ഏറ്റവും നിർണായകം. ജീവിത ലക്ഷ്യം. നമ്മൾ നിത്യനാശത്തിന്റെ വക്കിലാണ് നിൽക്കുന്നതെങ്കിലും, ഇതിന്റെ വക്കിലാണ് ഞാൻ നിൽക്കുന്നതെങ്കിലും, ഒരു ചൂടും കൂടെ വെച്ചാൽ ഞാൻ ഇറ്റേണൽ ഡാമിനേഷൻ, നിത്യനാശത്തിലേക്ക് പോവുമെങ്കിലും ഞാൻ നിൽക്കുന്നത് ഇങ്ങനെയാണെങ്കിൽ എന്റെ അടുത്ത ചുവട് മുമ്പോട്ടായിരിക്കും. അതായത് അങ്ങേ അറ്റത്താണെങ്കിലും ഞാൻ എവിടെ നിൽക്കുന്നു എന്നുള്ളതല്ല പ്രധാനം, എന്റെ ഡയറക്ഷൻ എന്താണ് എന്നുള്ളതാണ് പ്രധാനം. വിചാരിച്ചു ആ ബോട്ടംലെസ് പിറ്റ്,
എന്ന് പറയുന്നത് ഇവിടെയാണെങ്കിൽ ഞാൻ ഇവിടെ നിൽക്കാം, പക്ഷെ ഇങ്ങനെയാണ് നിൽക്കുന്നതെങ്കിൽ എന്റെ അടുത്ത ചൂട് എന്നെ നിത്യതയിലേക്ക് നയിക്കുന്ന ചൂടായിരിക്കും. അപ്പൊ ഞാൻ എവിടെ നിൽക്കുന്നു എന്നുള്ളതല്ല പ്രധാനം. ഞാൻ ഈ പറഞ്ഞതിന് വളരെ ഈ പറഞ്ഞതെന്ന് പറഞ്ഞാൽ നമ്മളൊരു പക്ഷേ നമ്മളെ കുറിച്ച് എല്ലാവരും അല്ല, നമ്മളൊക്കെ കുറെ പേരെങ്കിലും ഒക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട്, നമ്മുടെ ജീവിതം എത്രയധികം അല്ലെ നാശം പിടിച്ച ജീവിതമാണ്, എത്രയധികം നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങളിലൂടെയാണ് എനിക്ക് കടന്നു പോകേണ്ടി വരുന്നത്, അല്ലെങ്കിൽ ഞാൻ നിൽക്കുന്ന അവസ്ഥ എന്ത് മോശമാണ് എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്നവരുണ്ടായിരിക്കാം. പക്ഷേ എവിടെ നിന്നാലും ഇതാണ് സുവിശേഷം, നമ്മുടെ ഡയറക്ഷനാണ് പ്രധാനം. എവിടെ നിൽക്കുന്നു എന്നുള്ളതല്ല, നമ്മൾ എങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുന്നു എന്നുള്ളതാണ് പ്രധാനം. അപ്പൊ ഇന്ന് ഈ രാത്രിയില് നമ്മൾ ഈശോയിലേക്ക് തിരിഞ്ഞു നിൽക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം. ഈ പുതുവത്സരത്തില് നമ്മൾ നിൽക്കുന്നിടത്ത് തന്നെ ഒരു യൂട്ടേൺ, ആ യൂട്ടേൺ നമ്മുടെ ഡയറക്ഷൻ മാറ്റും. അപ്പൊ നമ്മുടെ ജീവിതത്തെ കുറിച്ച് ഒരുപാട് നിരാശയുണ്ടെങ്കിൽ, ഒരുപാട് വേദനിക്കുന്ന അവസ്ഥയിലാണ് നമ്മളെങ്കിൽ, നമുക്കൊന്ന് തിരിഞ്ഞു നിൽക്കാം, അവിടെ തന്നെ നിന്നോട്ട് ഒന്ന് തിരിഞ്ഞു നിൽക്കാം. അപ്പൊ എന്താണ്, സാഹചര്യങ്ങൾ ഒന്നും മാറണ്ട, ഒന്നും സംഭവിക്കേണ്ട. നമ്മുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് നമ്മളെ വേദനിപ്പിക്കുന്ന, നമ്മളെ ഭാരപ്പെടുത്തുന്ന ഒരു സാഹചര്യവും മാറിപ്പോകേണ്ട ഒരു കാര്യമില്ല. വെറുതെ നമ്മളൊന്ന് തിരിഞ്ഞു നിന്നാൽ മാത്രം മതി. അപ്പോ ജീവിത ലക്ഷ്യമാണ് ഏറ്റവും നിർണായകം. നമ്മൾ എങ്ങോട്ട് പോകുന്നു എന്ന് നിർണയിക്കുന്നത്, നമ്മൾ നിൽക്കുന്നത് എവിടെയാണ് എന്നുള്ളത് സെക്കൻഡറി ആണ്. ഇനി അടുത്ത കാര്യമാണ്, ചെറിയ പ്രവൃത്തികൾക്കും വലിയ വിലയുണ്ട് എന്നുള്ളത്. നമ്മൾ ആരും ഓവർ ദ നൈറ്റ് വിശുദ്ധന്മാരായി തീരുന്നില്ല, അല്ലെ? നമ്മളുടെ കുഞ്ഞു കുഞ്ഞ് സൽപ്രവൃത്തികളിലൂടെയാണ് നമ്മൾ വിശുദ്ധന്മാരായി തീരുന്നത്, അല്ലെ? നമ്മുടെ ബ്ലസൻ ഇവിടെ നിന്ന് പാടുന്നുണ്ടായിരുന്നു. ബ്ലസൻ ഒരു ഫിറ്റ്നസ് ട്രെയിനറാണ്. അപ്പൊ നല്ല ബൈസെപ്സും മസിൽസ് ഒക്കെ ഉണ്ട്. അപ്പൊ ഈ മസിൽസ് ഒക്കെ ഒരു ദിവസം കൊണ്ട് ഉണ്ടായതാണോ? അല്ലല്ലോ, അല്ലെ? കുറെ വർഷങ്ങൾ കൊണ്ട് ഉണ്ടാകുന്നതല്ലേ? ഇങ്ങനെ ഓരോ ഡംബലും എടുത്തിട്ട് ഓരോ പ്രാവശ്യം എക്സസൈസ് ചെയ്യുമ്പോൾ കുറച്ച് മസിൽ ഉണ്ടാവും, അല്ലെ? അത് പക്ഷെ നമുക്ക് കാണാൻ പറ്റുമോ? ഒരു ഡംബല് അടിച്ചപ്പോ ഉണ്ടായ മസിൽ നമുക്ക് കാണാൻ പറ്റുമോ? ഇല്ലല്ലോ, അല്ലെ? പക്ഷെ അത് വർഷങ്ങൾ ചെയ്തപ്പോ ഇത് കുഞ്ഞു പ്രവൃത്തിയാ ഇങ്ങനെ ചെയ്യുന്ന, പക്ഷെ അതിന്റെ ഫലം എന്തുണ്ടായി? നല്ലൊരു ബോഡി ഉണ്ടായി. പക്ഷെ നമുക്ക് പറയാൻ പറ്റുമോ കുഞ്ഞ് ഒരു ഡംബൽ അടി ഇമ്പോർട്ടന്റ് അല്ലായിരുന്നു എന്ന് പറയാൻ പറ്റുമോ? അല്ലേ? ഒരു ബോഡി ബിൽഡർ ലൈഫിൽ ലക്ഷക്കണക്കിന് പ്രാവശ്യം ഇത് ഇങ്ങനെ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ ഓരോ അടിക്കും, ഓരോ പ്രവൃത്തിക്കും അർത്ഥമുണ്ടായിരുന്നു. ഓരോ പ്രവൃത്തിയുടെ ആകത്തുകയാണ് അവനിന്ന് നല്ലൊരു ബോഡി ഉണ്ടായത്, അല്ലേ? എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ഓരോ ചെറിയ പ്രവൃത്തിക്കും ദൈവസന്നിധിയിൽ വിലയുണ്ട്. അപ്പോ ആ ചെറിയ പ്രവൃത്തി അല്ലാതെ ഏതെങ്കിലും ഒരു ഒറ്റ വലിയ പ്രവൃത്തി ചെയ്ത് നമുക്ക് ഇതിനെ ബൈപ്പാസ് ചെയ്യാൻ പറ്റുമോ? ഒറ്റ വലിയ പ്രവൃത്തി ചെയ്യാം, മാർക്കിടും, കേട്ടോ. രക്തസാക്ഷിയാവുകയാണെങ്കിൽ വേറൊന്നും വേണ്ട, നേരെ സ്വർഗ്ഗത്തിൽ പോവാം. അതല്ലാതെ വേറെ ഒരു ഷോർട്ട് കട്ടും ഇല്ല സ്വർഗ്ഗത്തിൽ പോകാനായിട്ട്. ഈ കുഞ്ഞു കുഞ്ഞു പ്രവൃത്തികൾ ചെയ്ത് വേണം വർഷങ്ങളിൽ ഈ കുഞ്ഞു കുഞ്ഞു പ്രവൃത്തികൾ നമ്മളെ സ്വർഗ്ഗത്തിലെത്തിക്കണം. അപ്പൊ ചെറിയ പ്രവൃത്തികൾക്ക് വലിയ വിലയുണ്ട് എന്നുള്ളത് ഒന്ന് ഒരു ചിന്തയായിട്ട് നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ്. അടുത്തൊരു കാര്യം, യേശുവിന് മാത്രമേ നിങ്ങളെ സ്വതന്ത്രമാക്കാൻ കഴിയൂ എന്നുള്ള ഒരു ഫാക്ടറും കൂടി. യേശുവിന് മാത്രമേ നമ്മളെ ഓരോരുത്തരെയും സ്വതന്ത്രമാക്കാനായിട്ട് പറ്റത്തുള്ളൂ. ജീവിതത്തിന്റെ പല കാര്യങ്ങളിൽ നമ്മൾ പെടുമ്പോഴത്തേനും, പല മേഖലകളിൽ നമ്മൾ പ്രവർത്തിക്കുമ്പോഴത്തേനും, വർഷങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴത്തേനും നമ്മൾ പല കാര്യങ്ങളിലേക്ക് നമ്മുടെ മനസ്സിനെ അല്ലെങ്കിൽ നമ്മുടെ പ്രവൃത്തികളെ തിരിച്ചുവിടാൻ നമുക്ക് സാധ്യതകളുണ്ട്, അല്ലെ? നമുക്ക് ചെയ്യുന്നത് എന്തും നമ്മുടെ ജീവിതത്തിലെ സുപ്രധാനമായിട്ടുള്ള കാര്യമായിട്ട് തീരാം. ഞാനിപ്പോൾ സംസാരിക്കുമ്പോൾ ഇതെന്റെ ജീവിതത്തിന്റെ സുപ്രധാനമായ ഭാഗമായിട്ട് തീരാം, പക്ഷെ ഇതിനെന്നെ യേശുവിൽ എത്തിക്കാൻ പറ്റത്തില്ല. ഞാൻ എന്ത് ചെയ്താലും, എൻ്റെ എന്ത് പ്രവൃത്തിയും, ഞാൻ നടക്കുന്നതോ കിടക്കുന്നതോ അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും കാര്യത്തിൽ ലക്ഷ്യമാക്കി എന്തെങ്കിലും പ്രവൃത്തികൾ ചെയ്യുന്നതോ, അങ്ങനെ എന്തും സംസാരിക്കുന്നതോ അല്ലെങ്കിൽ ആത്മീയ പ്രവർത്തികളിൽ ഏർപ്പെടുന്നതോ അല്ലെങ്കിൽ ചില കൂട്ടുകാരോട് സംസാരിക്കുന്നതോ ഭക്ഷണം കഴിക്കുന്നതോ ഭക്ഷണം തയ്യാറാക്കുന്നതോ, അങ്ങനെ എന്തിനും എൻ്റെ അറ്റൻഷനെ ഗ്രാബ് ചെയ്യാൻ പറ്റും, അല്ലെ? കുറെ നേരത്തേക്കെങ്കിലും എൻ്റെ അറ്റൻഷനെ ഗ്രാബ് ചെയ്യാൻ പറ്റും. അപ്പൊ എൻ്റെ അറ്റൻഷനെ എടുക്കുന്ന ഒരു കാര്യത്തിനും എന്നെ നിത്യജീവിതത്തിൽ എത്തിക്കാൻ പറ്റത്തില്ല. ഒരേ ഒരു കാര്യത്തിന് മാത്രമേ എന്നെ നിത്യജീവിതത്തിൽ എത്തിക്കാൻ പറ്റത്തുള്ളൂ, അത് ഈശോയാണ് എന്നുള്ള കാര്യം നമുക്കൊന്ന് ഓർക്കാം. യേശുവിന് മാത്രമേ നമ്മെ സ്വതന്ത്രമാക്കാനായിട്ട് കഴിയത്തുള്ളൂ. നമ്മളെ ജീവിതത്തിന്റെ ഏത് പ്രതിസന്ധിയിലായാലും ഏത് പ്രശ്നത്തിലായാലും നമ്മളെ സ്വതന്ത്രമാക്കാൻ കഴിയുന്ന ഒരാൾ മാത്രമേ ഉള്ളൂ, ഈശോ. ഒരു ഉദാഹരണം, ഒരു അനുഭവം മാത്രം ഞാൻ പറയാം.
യേശു എന്ന് പറയുന്ന നാമത്തിന്റെ ശക്തിയുടെ ഒരേ ഒരു അനുഭവം മാത്രം. ഒരു പ്രാവശ്യം സൗദി അറേബ്യയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ വർക്ക് ചെയ്തിരുന്ന ഒരു സ്ക്രാപ്പ് പ്രോസസ്സിംഗ് കമ്പനിയിലായിരുന്നു. സ്ക്രാപ്പ് പ്രോസസ്സിംഗ് കമ്പനിയിൽ ഇവിടുന്ന് ഒരു ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് സാധാരണ പോലെ അങ്ങനെ എല്ലാവരും പോകുന്ന പോലെ ഞാനും പോയതാണ്. അവിടെ ചെന്നപ്പോഴത്തേക്കിനുമാണ് മനസ്സിലായത് ആ കമ്പനി ഒരു ഫേക്ക് കമ്പനി ആയിരുന്നു. അതിന് ആവശ്യമായിട്ടുള്ള ഒരു ഡോക്യുമെന്റ്സ് ഒന്നുമില്ല. എന്നാലും അവർ കുറെ പ്രിൻസുമാരെയൊക്കെ സ്വാധീനിച്ച്, സൗദി അല്ലേ ഒരുപാട് കറപ്റ്റഡ് കൺട്രിയാണ്. അപ്പോൾ കറപ്ഷൻ ഇൻഡെക്സിൽ വളരെയധികം മുമ്പിൽ നിൽക്കുന്ന ഒരു കൺട്രി. അപ്പോൾ ഈ പ്രിൻസുമാർക്കൊക്കെ എന്തെങ്കിലും പൈസയൊക്കെ കൊടുത്ത് എങ്ങനെയൊക്കെയോ ആ ഒരു കമ്പനി നടത്താനുള്ള ലൈസൻസ് സമ്പാദിച്ചതാണ്. അത് സ്ക്രാപ്പ് പ്രോസസ് ചെയ്യുന്ന കമ്പനിയാണ്, ഒരുപാട് പൊല്യൂഷൻ ഉണ്ടാക്കും. അതുകൊണ്ട് ഈ പൊല്യൂഷൻ ഡിപ്പാർട്ട്മെന്റ് ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇത് റെയ്ഡ് ചെയ്യുമ്പോഴത്തേന് ഈ പൊല്യൂഷൻ ലെവലിന്റെ ഒക്കെ മുകളിലാണ്. അതുകൊണ്ട് അവിടെയുള്ള എംപ്ലോയീസിനെ എല്ലാം പിടിച്ച് ജയിലിലിടും. അതാണ് സാധാരണ നടക്കുന്ന ഒരു സംഭവം. അപ്പോൾ ഞാൻ ചെല്ലുന്നതിന് മുമ്പ് കുറെ പ്രാവശ്യം അവിടെ ഉള്ളവരെ ജയിലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ജയിലിലേക്ക് പോകാൻ തീരെ സാധ്യതയുള്ള ഒരു കമ്പനിയിലേക്കാണ് അറിയാതെ ഞാൻ ചെല്ലുന്നത്. അപ്പോൾ എന്നെയും പിടിച്ച് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ജയിലിലിട്ടു. അപ്പോൾ ഞാൻ ജയിലിലായി 10 ദിവസം. അപ്പോൾ ആ 10 ദിവസത്തോളം ജയിലിൽ കിടന്നു. ജീസസ് യൂത്ത് ഒരുപാട് അവിടുത്തെ സൗദി ജീസസ് യൂത്ത് ഒരുപാട് ഇനീഷ്യേറ്റീവ് എടുത്തു. നമ്മുടെ ശശി തരൂരും വയലാർ രവി ഒക്കെ ശശി തരൂര് വിദേശകാര്യ സഹമന്ത്രിയായിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഒരു ഇടപെടലും ഒക്കെ കൊണ്ട് എംബസി വഴി പുറത്തിറങ്ങാനായിട്ട് പറ്റി 10-12 ദിവസം കൊണ്ട്. പക്ഷേ ആ ദിവസങ്ങളിൽ എനിക്ക് പെട്ടെന്നൊരു വീസിങ് വന്നു. തണുപ്പിന്റെ സമയമായിരുന്നേ, ഇടയ്ക്ക് ഒരു വീസിങ് വരാറുണ്ടായിരുന്നു. അപ്പോൾ ആ ജയിലിലെ വളരെ ശോചനീയമായിട്ടുള്ള അവസ്ഥയും, കുറെ പേര് ഞങ്ങൾ ഷിഫ്റ്റ് വെച്ച് ഉറങ്ങുന്നത്. കാര്യം എല്ലാവർക്കും കൂടെ ഒരുമിച്ച് ഉറങ്ങാനുള്ള സ്ഥലമില്ല ആ ജയിലിൽ. പകുതി പേര് നിൽക്കും, പകുതി പേര് കിടക്കും. പിന്നെ ബാക്കിയുള്ളവർ നിൽക്കുമ്പോഴത്തേനും ബാക്കിയുള്ളവർ അങ്ങനെ ഷിഫ്റ്റാ, അത്രയധികം പാക്ഡാ. പിന്നെ അതിന് ഇത്രയും പേർക്കും കൂടെ ഒരു ടോയ്ലറ്റും ഉണ്ട്. ആ ടോയ്ലറ്റിനാണെങ്കിൽ ഡോറും ഇല്ല. അവസ്ഥ ഒന്ന് ഓർമ്മിക്കാമല്ലോ. അങ്ങനെ ഒരു 10 ദിവസം കിടന്നപ്പോൾ എനിക്ക് നല്ല വീസിങ് വന്നു. അപ്പോൾ ആ വീസിങ് വന്നതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഒരു മാർഗവും എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഞാൻ ഈശോയെ എന്ന് വിളിക്കാൻ തുടങ്ങി, ജീസസ് എന്ന് വിളിക്കാൻ തുടങ്ങി. അപ്പോൾ ഒച്ചത്തിൽ ജീസസ് എന്ന് വിളിക്കാൻ തുടങ്ങി. ആ സൗദി അറേബ്യയിലെ ആ ഒരു ജയിലിന്റെ നടുക്ക് കിടന്ന് അപ്പോഴത്തേനും പെട്ടെന്ന് എൻ്റെ അസുഖമൊക്കെ മാറി. എന്നെ പുറത്തേക്ക് കൊണ്ടുവന്ന് ഒരാളൊരു ഫസ്റ്റ് എയ്ഡൊക്കെ ചെയ്ത് പെട്ടെന്ന് അങ്ങ് മാറി. പക്ഷേ ആ ഈശോ എന്ന നാമം വിളിച്ചപ്പോഴത്തേനും എന്ത് സംബന്ധിച്ച അത്ഭുതകരമായിരുന്നു. എനിക്ക് വന്നൊരു സൗഖ്യം, അതിനോടൊപ്പം തന്നെ കുറെ പേർക്ക് അതൊരു വലിയൊരു സാക്ഷ്യമായിട്ട് മാറി. യേശുവിനെ ഏറ്റുപറയാനായിട്ട് എനിക്ക് ആ ഒരു ജയിലിൽ യേശുവിൻ്റെ നാമം ഒച്ചത്തിൽ വിളിച്ചു പറയാൻ പറ്റിയത്. അപ്പോഴത്തേനും എൻ്റെ ജീവിതത്തിൽ അതൊരു വലിയൊരു അനുഗ്രഹത്തിന്റെ കാരണമായി തീർന്നു. പിറ്റേ 1-2 ദിവസത്തിനുള്ളിൽ ഞാൻ അസുഖത്തിൽ മാറാൻ വേണ്ടി പ്രാർത്ഥിച്ചെങ്കിലും പെട്ടെന്ന് തന്നെ ആ ജയിലിൽ നിന്ന് പുറത്തിറങ്ങാനായിട്ടും ആ ഒരു സംഭവം വഴി പറ്റി. ഏത് പ്രതിസന്ധിയിലും ആയിക്കൊള്ളട്ടെ, ഏത് തടസ്സത്തിലും ആയിക്കൊള്ളട്ടെ, നമ്മളെ രക്ഷിക്കാൻ പറ്റിയ ഒരേ ഒരു നാമമേ ഉള്ളൂ, യേശു എന്ന നാമം മാത്രം. അപ്പോ ഇന്നാണ് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലെ ഇന്നാണ് രക്ഷയുടെ സമയം. ഇപ്പം നമ്മൾ സംസാരിക്കുന്ന ഈ സമയം നമ്മളെ സംബന്ധിച്ചോളം വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഇത് രക്ഷയുടെ സമയമാണ്. അവൻ പറഞ്ഞു, സമയം പൂർത്തിയായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവേൻ. അപ്പോ ഇന്നത്തെ ഈ ഒരു സമയം നമ്മളെ സംബന്ധിച്ചോളം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമയമായിട്ട് എടുക്കാം. ഇപ്പോ ഈ നൗ എന്ന് പറയുന്നത്, ഈ നൗ മാത്രമല്ല, എവറി നൗ കേട്ടോ, എല്ലാ നവും നമ്മളെ സംബന്ധിച്ചുള്ള ഇമ്പോർട്ടന്റ് ആണ്. കാര്യം ഇപ്പോൾ ഇത് നമുക്ക് തന്നത് ഈശോയാണ്. ഇത് നമ്മുടെ ജീവിതത്തിലെ രക്ഷയുടെ സമയമാണ്. ഇത് സ്വീകാര്യമായ സമയമാണ്. ഈ സ്വീകാര്യമായ സമയം 2024 എല്ലാ നവും, ഓരോ സെക്കൻഡും, ഓരോ നവും നമ്മുടെ ജീവിതത്തിലെ സ്വീകാര്യമായിട്ടുള്ള, ദൈവത്തിന് സ്വീകാര്യമായിട്ടുള്ള രക്ഷയുടെ അനുഭവമായിട്ട് മാറട്ടെ, രക്ഷയുടെ സമയമായിട്ട് മാറട്ടെ. അപ്പൊ ഈ വലിയൊരു ആശംസയോടെ നമ്മൾ ഈ ചെറിയ ഒരു സന്ദേശം അവസാനിപ്പിക്കുകയാണ്. ഈ 2024 ഈ സമയം നമ്മളെ സംബന്ധിച്ചിടത്തോളം രക്ഷയുടെ സമയമാണ്. നമ്മുടെ ജീവിതത്തിലെ ഈശോ കടന്നു വരുന്ന വലിയ രക്ഷയുടെ അനുഭവത്തിന്റെ സമയമാണ്. നമ്മുടെ ജീവിതത്തെ നിത്യജീവിതത്തിലേക്ക് ഒരിക്കൽ കൂടി നമ്മളെ കൊണ്ടുപോകാൻ ആയിട്ട് ഈശോ നമുക്ക് തന്ന ഒരു സമയമാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് മനസ്സിലേക്ക് വിചാരിച്ചിട്ട് നമുക്കൊന്ന് കണ്ണുകൾ അടയ്ക്കാം. ഞാൻ എല്ലാവരും ഒന്ന് ഇൻവൈറ്റ് ചെയ്യുക ചെറിയൊരു പ്രാർത്ഥനയിലേക്ക്, ഒരു കുഞ്ഞു പ്രാർത്ഥനയിലേക്ക്. കണ്ണുകളൊക്കെ ഒന്ന് അടച്ച് നമുക്ക് ഈ കേട്ട കാര്യങ്ങളെക്കുറിച്ച് ഒന്നുകൂടെ ഒന്ന് റിമൈൻഡ് ചെയ്യാം. നിത്യജീവൻ ഉണ്ട്. എൻ്റെ എല്ലാ പ്രവൃത്തികളെയും നിയന്ത്രിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിത്യജീവനാണ്. നിത്യനാശത്തിനുള്ള സാധ്യത എൻ്റെ മുമ്പിലുണ്ട്. എൻ്റെ ഓരോ കുഞ്ഞു പ്രവൃത്തിക്കും വലിയ വിലയുണ്ട്.
എൻ്റെ കുഞ്ഞു പ്രവൃത്തികളാണ് എന്നെ ആത്യന്തികമായി എൻ്റെ ലക്ഷ്യമായ കർത്താവിനോട് ഒന്നായി ചേരലിലേക്ക് എത്തിക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ രാത്രി നമ്മെ സംബന്ധിച്ചോളം അനുഗ്രഹത്തിൻ്റെ രാത്രിയായി മാറട്ടെ. ഇത് രക്ഷയുടെ സമയമാണ്. ഇത് സ്വീകാര്യമായ സമയമാണ്. ഈ സ്വീകാര്യമായ സമയത്തെ നമുക്ക് സ്വീകരിക്കാം.